ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാതി നടക്കുമ്പോഴും കേസ് നടക്കുമ്പോഴും ഇങ്ങനെയുള്ള ഒരു ആരോപണം, ഇങ്ങനെ UDF LDF ബാന്ധവം ഇവിടെ നടക്കുന്നു എന്ന ആരോപണം നേരിടേണ്ടതുണ്ട് UDF-ന്. മഞ്ജുഷ, ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇനിയിപ്പോൾ ഈ സോളിസിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചെന്നിരിക്കട്ടെ, തെളിവ് സ്വീകരിക്കണം. തെളിവായിട്ട് കോടതി മുമ്പാകെ വന്നാൽ പോലും ആ തെളിവുകൾ അനുസരിച്ച് എന്താ പിന്നെ നോക്കേണ്ടത്? ഈ കള്ള വോട്ട് ചെയ്തു എന്ന്, അല്ലെങ്കിൽ ഇല്ലാത്തയാൾ വോട്ട് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾ ആർക്ക് വോട്ട് ചെയ്തു എന്ന് കോടതി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് എത്രയോ സമയമെടുത്തുള്ള പ്രോസസ്സാണ്. ആ പ്രോസസ്സൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കോടതിയെ വില കുറച്ച് കാണുവാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും BJP മനഃപൂർവ്വം ശ്രമിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ശ്രീകാന്ത് ഇവിടെ പറഞ്ഞത് എന്താ? ഇവിടെ അട്ടിമറിക്കാൻ പോകുന്നു. ആര് എന്തിന് അട്ടിമറിക്കുന്നു? ഞാൻ ആരംഭത്തിലേ പറഞ്ഞല്ലോ, UDF-നെ സംബന്ധിച്ച് കോടതിയിൽ പരിപൂർണ്ണ വിശ്വാസമാണ്. കോടതി നടപടികളിൽ ആരും ശല്യമുണ്ടാക്കാതെ, ശല്യം ഉണ്ടാക്കിയാലും കോടതി നടപടികളൊന്നും തടസ്സപ്പെടുത്താൻ ഇന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് ആർക്കും കഴിയില്ല. സത്യസന്ധമായി കോടതിയിലൊരു നടപടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കാത്തിരിക്കാനുള്ള ആ ക്ഷമ പോലും ഇല്ലാതെ ഞങ്ങളിപ്പോൾ ജയിച്ചു എന്ന് കള്ളപ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് BJP നടത്തുന്നത് എന്ന് ഗൗരവതരത്തിൽ ഞാൻ ആരോപിക്കുകയാണ്. ശ്രീകാന്ത്, ഇപ്പോൾ ഈ സാക്ഷികളെ ആരാണ് ആ ദിവസം വോട്ട് ചെയ്യാതിരുന്നത്, ആരുടെ പേരിലാണ് ഈ വോട്ടുകൾ ചെയ്തത്, ഇത് തെളിയിക്കേണ്ട ബാധ്യത BJP-ക്കാണല്ലോ. അങ്ങനെ ആളുകളെ കോടതിയിൽ എത്തിക്കുവാൻ, ഈ 259 പേരിൽ ജീവിച്ചിരിക്കുന്നവരെ കോടതിയിൽ എത്തിക്കുവാൻ BJP-ക്ക് കഴിഞ്ഞിട്ടില്ല, അത് കഴിയുകയുമില്ല എന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അല്പം മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു. എന്താണ് അങ്ങനെ? BJP-ക്കും പറ്റാതെ വരികയാണോ ഈ ആളുകളെ കോടതിയിൽ എത്തിക്കുന്നതിന്? അല്ല, BJP-ക്ക് അനുകൂലമായിട്ട് BJP-യുടെ വോട്ടർമാരോ അല്ല അവര്. BJP-ക്ക് എതിരായിട്ട് വോട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ UDF-ന് വോട്ട് ചെയ്യുന്ന സ്വാഭാവികമായിട്ട് അത്തരം ആൾക്കാരാണ്. അതല്ലാതെ BJP-യുടെ പ്രവർത്തകരല്ല. ഞങ്ങളിവിടെ കോടതിയെ വില കുറച്ച് കാണാനോ കോടതി നടപടിയെ ചോദ്യം ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്. ഞങ്ങളിവിടെ ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് കോടതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്, കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത്. അതിനെ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ്. കോടതിയിൽ നിന്ന് അയക്കുന്ന ഓഫീസർമാരെ പോലും ഭീഷണിപ്പെടുത്തുക, സാക്ഷികളെ സ്വാധീനിക്കുക തുടങ്ങിയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ കേസിൽ ഒരുപാട് തെളിവുകൾ ഇതിനകം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. വോട്ട് ചെയ്ത PB അബ്ദുൾ റസാഖിന് വോട്ട് ചെയ്തു എന്ന് പറയുന്ന അവര് മരിച്ച ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഗൾഫില് അന്ന് തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഗൾഫിലുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ തന്നെ ഇല്ലാത്ത ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർ നടപടി എന്ന നിലക്കാണ്, പ്രൊസീജിയർ എന്ന നിലക്കാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. അപ്പൊ അവരെ കൊണ്ട് അവരെ കൊണ്ട് അവിടെ കോടതിയിൽ ഹാജരാക്കാൻ BJP-ക്ക് സാധിക്കില്ല. അത് നിയമത്തിന്റെ പ്രോസസ് അനുസരിച്ച് മാത്രമേ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോടതി സമൻസ് അയക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ആ കോടതി അതിൽ സമൻസ് അയച്ചിട്ടുള്ളത്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം, ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് ഇവർ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഒരു നിഷ്പ്രയാസം അവരെ എത്തിക്കേണ്ട ചുമതല BJP-ക്കല്ല, അവരെ കോടതിയിൽ എത്തിച്ച് അവരെ കൊണ്ട് പറയിക്കേണ്ട ചുമതല UDF-നാണ്. ആ UDF അത് ചെയ്യാതെ നേരെ മറിച്ച് അവരെ കോടതിയിൽ എത്താത്ത വിധത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ സ്വാധീനം ചെലുത്തുന്നു. നിർഭാഗ്യവശാൽ ഇതിന് സംസ്ഥാന സർക്കാരിന്റെ മെഷീനറി കൂടി, ഭരണയന്ത്രവും കൂടി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഒരുപാട് തെളിവുകൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ചോദിച്ചതാണ്. അതുപോലും തരാൻ വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടം തയ്യാറായില്ല. ഓരോ കാരണം പറഞ്ഞ് അതിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാനോ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനത്തിലൂടെ ഭരണയന്ത്രത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ കേസ് എങ്ങനെയൊക്കെ BJP-ക്ക് അനുകൂലമായിട്ട് വരേണ്ട കേസ് ഇല്ലാതാക്കാൻ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, ഇപ്പോൾ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിലേക്ക് വന്നാൽ പോലും 26 പേരുടെ രേഖകൾ പരിശോധിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കേന്ദ്ര ആഭ്യന്തര വകുപ്പാണല്ലോ പരിശോധിക്കുന്നത്. അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ റിപ്പോർട്ടും നൽകിയിരിക്കുന്നു. 26-ൽ 20, 197 പേർ അതേ ദിവസം വിദേശത്തായിരുന്നു. ആ വിദേശത്തുള്ള ആളുകളുടെ വോട്ടുകൾ നാട്ടിൽ ചെയ്തു. ഈ ആരോപണമാണല്ലോ ഈ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ പരിശോധനയിൽ വരുന്നത്. ഈ വിദേശത്തുള്ളവരാണ് ആ സമയത്ത് വോട്ട് ചെയ്തത് എന്ന് ഉറപ്പിക്കുന്നതിന്. പക്ഷേ 26 പേരിന് മാത്രമേ പരിശോധിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൽ 20 പേർ
അത് തെളിയുകയും ചെയ്തു. പക്ഷേ ബാക്കി ആളുകൾ കിടക്കുകയാണല്ലോ. ഇവരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ഇത്തരം ഒരു അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല? ഒറ്റ ക്ലിക്കിൽ തന്നെ അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അല്ല, അതിന് സ്വാഭാവികമായിട്ടുള്ള സമയമെടുക്കും, അത്രയേ ഉള്ളൂ. ഇതിൽ മരിച്ച ആൾക്കാരുണ്ട്, മരിച്ച ആൾക്കാരുടെ വോട്ട് പോലും ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസാണിത്. അത് തെളിയിക്കാൻ BJPക്ക് സാധിക്കും. അതിനായിട്ടുള്ള എല്ലാ തെളിവുകളും BJP ഹാജരാക്കിയിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. ആ ഭയം കൊണ്ടാണ് ഈ കേസ് സുരേന്ദ്രന് അനുകൂലമായിട്ട്, BJPക്ക് അനുകൂലമായിട്ട് വിധി വരും എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ വിധി വരും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഭരണയന്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട്, മസിൽ പവർ കൊണ്ട്, സ്വാധീനം കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് സാക്ഷികളെ വരാതാക്കുകയോ വന്നിട്ടുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവർക്ക് അനുകൂലമായിട്ട് പറയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. ഇത് തികച്ചും കോടതിയോടുള്ള അനാദരവാണ്, ഭരണഘടനയോടുള്ള അനാദരവാണ്, നിയമത്തോടുള്ള അനാദരവാണ്, വെല്ലുവിളിയാണ്. ശരി, അഡ്വക്കേറ്റ് ശ്രീകാന്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, മഞ്ചേശ്വരം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കേന്ദ്രം തന്നെയാണ്. ശ്രദ്ധ അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഹർജിയിലൂടെ. ഇവിടെ കോടതിക്ക് വെളിയിൽ പരസ്പരം പോരടിക്കുവാനും തയ്യാറാവുകയാണ് ഈ സാക്ഷികളെ എത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ LDFും UDFും യോജിച്ച് തന്നെ മഞ്ചേശ്വരത്ത് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകുമോ? അല്ല, മഞ്ചേശ്വരം വളരെ അവിടെയൊക്കെ പറഞ്ഞില്ല, നമ്മൾ അക്ഷരാർത്ഥത്തിൽ തീ മാറുന്ന പോരാട്ടം തന്നെയാണ് മഞ്ചേശ്വരം നടക്കാറ്. ഇപ്പം KG മാരാറിൻ്റെ കാലം മുതൽ തന്നെ മഞ്ചേശ്വരം BJPക്ക് എപ്പോഴും ഒരു സ്വപ്നമാണ്. BJPക്ക് മഞ്ചേശ്വരത്ത് ജയിച്ച് കയറാം. ഓരോ തെരഞ്ഞെടുപ്പിലും അവർ പറയും ഇതാ ഇത്തവണ ഞങ്ങൾ ജയിക്കും. പക്ഷേ ഇതുവരെ ജയിച്ചിട്ടില്ല. അതിനകത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ UDFും LDFും തമ്മിൽ നടത്തുന്നുണ്ടാവാം. സ്വാഭാവികമായിട്ടും രണ്ടു കൂട്ടർക്കും സമാന താല്പര്യമാണ്. ഒരു കാരണവശാലും BJP ഇവിടുന്ന് കടന്നുകൂടരുത്. അതൊക്കെ രാഷ്ട്രീയമാണ്, അവിടുത്തെ ആൾക്കാരുടെ രാഷ്ട്രീയമാണ്. മഞ്ജുഷ, എനിക്ക് സംശയം ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ പ്രത്യേകിച്ച് ജോണി നെല്ലൂർ ചൂണ്ടിക്കാണിച്ചു. ഇപ്പം X എന്നൊരാൾ മരിച്ചുപോയ വോട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അത് മരിച്ച ആളാണ്, നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മരിച്ച ആളാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ വോട്ട് അബ്ദുൾ റസാഖിനാണ് കിട്ടിയതെന്നുള്ളത് എങ്ങനെയാണ് തെളിയിക്കുക? അതെങ്ങനെ തെളിയിക്കും? EVMകൾ ഇപ്പോൾ കോടതിയിലാണ്. EVMകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റുമെന്നാണ് സുരേന്ദ്രന്റെ വാദം. അല്ല, അന്നത്തെ ഇലക്ഷനിൽ അതില്ല, ആ സംവിധാനം ഇല്ല. ഇപ്പോഴാണ് 2016 എനിക്ക് സാങ്കേതിക അറിയില്ല. 2016 മെയ് 16 തെരഞ്ഞെടുപ്പിൽ ഈ സംവിധാനം ഇല്ല. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടാണ് എന്ന് മായാവതി ഒക്കെ പറഞ്ഞ ശേഷം ഈ വോട്ട് ചെയ്യുമ്പോൾ തന്നെ സമാനമായിട്ട് അതും കൂടെ രജിസ്റ്റർ ചെയ്യണം ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പം വന്നിട്ടുണ്ട്. അല്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. EVMൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ അന്ന് ആ സംവിധാനം ഇല്ല. അപ്പം ഗൾഫിൽ നിന്ന് 10 പേര് വന്നിട്ടില്ല. അല്ല, ഇപ്പം ചെയ്ത വോട്ട് അത് അവർ ചെയ്തിട്ടുണ്ട്, പകരം ആരോ ചെയ്തിട്ടുണ്ട്. ഈ കള്ളവോട്ട് ലീഗിൻ്റെ കള്ളവോട്ടാണെന്ന് എങ്ങനെ തെളിയിക്കും? അവർ അത് പറയാൻ പറ്റത്തില്ല. ആ വോട്ട് സുരേന്ദ്രനാണ് ചെയ്തതെന്ന് ഈ പ്രതിഭാഗത്ത് നിൽക്കുന്ന അബ്ദുൾ റസാഖിൻ്റെ വക്കീൽ വാദിച്ചാൽ അതിനെ എങ്ങനെ നിഷേധിക്കും? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? അതിന് സാങ്കേതിക വിദഗ്ധരോട് തന്നെ ചോദിക്കേണ്ടി. കെ ശ്രീകാന്തിനോട് ചോദിച്ചാൽ കെ ശ്രീകാന്ത് ഇതിന് സുരേന്ദ്രൻ വിശദീകരണം നൽകിയിരുന്നു. കാരണം EVMകൾ ഇപ്പോൾ കോടതിയുടെ പക്കലാണ്. ഏതാണ്ട് 139 ബൂത്തുകളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയല്ലേ കെ ശ്രീകാന്ത്? അപ്പോൾ EVMകൾ പരിശോധിക്കുന്നതിലൂടെ 165 അല്ലേ? 65 എല്ലാ EVMകളും കോടതിയിൽ ആണ്. അത് സീൽ ചെയ്തിരുന്നു. അത് മറ്റു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ അത് കൊണ്ടുപോകരുത് എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. കോടതിന്റെ ഉത്തരവുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ജില്ലാ റിട്ടേണിംഗ് ഓഫീസർക്ക് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അതിന്റെ ബേസിൽ എല്ലാം അവിടെ സൂക്ഷിച്ചിരുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിന്റെ എല്ലാ മെഷീനുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് സീരിയൽ നമ്പർ രജിസ്റ്റർ ഉണ്ട്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും രജിസ്റ്റർ ഉണ്ട്. ആര് ഏത് സീരിയൽ നമ്പർ ആയിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്ന്, സീരിയൽ നമ്പർ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ഇന്നത്തെ 2016 മെയ്യിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഉപയോഗിച്ച മെഷീനിലൂടെയും കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. അത് കൃത്യമായിട്ട് ഉദാഹരണത്തിന് 16ാമത്തെ നമ്പർ സീരിയൽ നമ്പർ ആയിട്ടാണ് ഒരാൾ വോട്ട് ചെയ്തത്, അത് കള്ള വോട്ടാണ് എന്ന് തെളിയിക്കാൻ
ഒരു പ്രയാസവുമില്ലാതെ കാണിക്കാൻ സാധിക്കും. അതിനുള്ള സാങ്കേതിക വിദ്യ ഇതിനകം തന്നെ ഉണ്ട്. ഒരു പ്രയാസവുമില്ലാതെ തെളിയിക്കാനും സാധിക്കും. ഇക്കാര്യം കെ സുരേന്ദ്രൻ വാദിച്ചു കഴിഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പോൾ ഈ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് ഉദാഹരണമായി എടുക്കാം. അതിൽ ഒരു പേരുകാരൻ അബ്ദുൾ റഹ്മാൻ PM എന്നുള്ളയാളാണ്. ഇദ്ദേഹത്തിന്റെ സീരിയൽ നമ്പർ ഇപ്പോൾ ഒരു 130ാമത്തെ ബൂത്തിലോ വല്ലോ അബ്ദുൾ റഹ്മാൻ PM-ന്റെ സീരിയൽ നമ്പർ 5 ആണെങ്കിൽ ഈ 5ാമത്തെ ആൾ ആർക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുമെന്നാണല്ലോ സുരേന്ദ്രൻ വാദിച്ചിരിക്കുന്നത് കോടതിയിൽ. തെളിയിക്കാൻ സാധിക്കും. അതിന് സീക്രസി ഇല്ല. കോടതി പല കേസുകളിൽ ഇലക്ഷൻ പിറ്റീഷനുകളിൽ സുപ്രീം കോടതി അടക്കം നിരവധി കോടതി വിധികളുണ്ട്. അതിന് സീക്രസി ഇല്ല. നേരത്തെ ബാലറ്റ് പേപ്പർ ആയിരിക്കുന്ന സമയത്തും ബാലറ്റ് പേപ്പർ സീക്രട്ട് ആയിരുന്ന ബാലറ്റ് പേപ്പർ ഇലക്ഷൻ പിറ്റീഷനിൽ പ്രത്യേകം അനുമതിയോട് കൂടിയിട്ട് കോടതി അത് നോക്കാറുണ്ട്, പരിശോധിക്കാറുണ്ട്. അത്തരം കേസുകളിൽ പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും മറ്റ് ഇലക്ഷനുകളിലായാലും അത് ആർക്ക് വോട്ട് ചെയ്തതാണെന്ന് പരിശോധിച്ചുകൊണ്ട് കോടതി ഇലക്ഷൻ പിറ്റീഷനിൽ വിധി പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യത്തിലും ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്നത്തെ നമ്മൾ 2016 ഉപയോഗിച്ച ആ ഇലക്ഷൻ മെഷീനുകളിലുണ്ട്, ചിപ്പുകളിലുണ്ട്. അതിൽ ഒരു സംശയവും വേണ്ട. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ആസ്വദിക്കാം അല്ലെങ്കിൽ ആശ്വസിക്കാം UDF-നും LDF-നും. അല്ലാതെ കോടതി കൃത്യമായിട്ട് ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും, തെളിവുകളുണ്ട്. ഞങ്ങൾ പൂർണ്ണമായിട്ട് കോടതിയിലും അതായത് കള്ളവോട്ട് ബോധ്യപ്പെട്ടാൽ ഇപ്പോൾ 89 പേരിൽ കൂടുതൽ ആളുകൾ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ബോധ്യപ്പെട്ടാൽ കെ സുരേന്ദ്രനെ വിജയിയായി പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന രീതിയിൽ അല്ല. തെരഞ്ഞെടുപ്പ് റദ്ദാക്കേണ്ട കേസേ വരുന്നില്ല. ഇതിൽ കൗണ്ടിങ്ങിന്റെ കാര്യമാണ്. കള്ളവോട്ട് രേഖപ്പെടുത്തിയത് തെളിയിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായിട്ടും അത്രയും വോട്ട് ഇപ്പോൾ ജയിച്ചിട്ടുള്ള PB അബ്ദുൾ റസാഖിന് കുറയും. ആ കുറഞ്ഞ വോട്ട് പിന്നെ നമ്പർ 1 ആരാണോ വരുന്നത് അവരാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കേണ്ടത്. ഇത് മറ്റു പല കേസുകൾ പോലെ മിസ്കോണ്ടക്റ്റിനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടക്ട് വയലേഷന് വേണ്ടിയിട്ടുള്ള കേസല്ല. ഇത് കൃത്യമായിട്ട് കള്ളവോട്ട് ചെയ്തതിന്റെ കാര്യത്തിലുള്ളതാണ്. അതുകൊണ്ട് റീ ഇലക്ഷൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന് പറയുന്നതോ അല്ല പ്രെയർ. ഞങ്ങളുടെ അഭ്യർത്ഥനയുള്ളത് കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് കള്ളവോട്ടുകൾ ആരൊക്കെ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല അതിനേക്കാൾ ഏറെ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കോടതിയിൽ തെളിയിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കുറച്ച് പേരുകളും മറ്റു ഡീറ്റെയിൽസ് ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. അത് കള്ളവോട്ടാണെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായിട്ടും അത്ര വോട്ട് PB അബ്ദുൾ റസാഖിന് കുറയും. സ്വാഭാവികമായിട്ട് കെ സുരേന്ദ്രൻ 1ാം സ്ഥാനത്ത് വരും. എത്ര വോട്ടിനാണോ കള്ളവോട്ട് ചെയ്തു എന്ന് തെളിയിക്കാൻ സാധിച്ച അത്രയും ലെസ് ചെയ്തുകൊണ്ട് കുറച്ചുകൊണ്ട് വിജയിയായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ്. ഇതിനു മുമ്പേ പല കേസുകളിലും അത്തരം പ്രഖ്യാപനങ്ങൾ കോടതി പല ഘട്ടങ്ങളിലായിട്ട് പല കേസുകളിലായിട്ട് ഞാൻ ഇടപെടുകയാണ്. കൂടുതലും സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം പഠിച്ചതിന് ശേഷം തന്നെയാണ് ഈ ഹർജി കൊടുത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അപ്പോൾ കള്ളവോട്ട് ബോധ്യപ്പെട്ടാൽ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന സുരേന്ദ്രന്റെ വാദം അത് നിലനിൽക്കുമെന്ന് തന്നെയാണ്. ഇതിൽ സാങ്കേതികമായ തടസ്സമുണ്ടോ? ഈ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ എല്ലാവരുടെയും വാദം ഇത് തന്നെയാണ്. ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിലെല്ലാം കള്ളയോട്ടാണ്. ആ കള്ളയോട്ടാണെന്ന് ഞങ്ങൾ തെളിയിക്കും. അപ്പോൾ ഞങ്ങൾ ജയിക്കും. ഇതൊക്കെ പറയേണ്ട സ്റ്റേജ് ആയിട്ടില്ല. ഈ വരുന്നയാൾ, അതായത് അതിന് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും പോരാ. എവിഡൻസ് വേണം, കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് വെറുതെ നമ്മളിന്ന് ചർച്ച ചെയ്താലൊന്നും ആകുന്ന കാര്യമല്ല. അതിൻ്റെ പ്രിലിമിനറി സമൺ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കേസാണ്. ഒരു പക്ഷേ PB അബ്ദുൾ റസാഖിൻ്റെ ഭൂരിപക്ഷം കൂടാൻ സാധ്യതയുണ്ട് ഈ പോക്കാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് പിന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് വരുന്നത് ഒരു പുകമറ സൃഷ്ടിക്കാനാണ്. ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റ് ആവശ്യമാണ് അവിടെ ഒരാൾ ജയിക്കുക എന്നുള്ളത്. ഇത്തരം സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് അതൊന്നും എവിഡൻസ് ആയിട്ട് കോടതി അക്സെപ്റ്റ് ചെയ്യില്ല ഈ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് മാത്രമല്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എതിർഭാഗത്തു നിന്നൊരു ലിസ്റ്റ് കൊണ്ടുവന്നാൽ ആ ലിസ്റ്റിൽ നിന്ന് ആർക്കൊക്കെ സമൻസ് അയക്കുന്നോ ആ സമൻസ് അയക്കുന്നവരെല്ലാം അപ്പം കൊണ്ട് കോടതി ഹാജരാക്കാനുള്ള പണി മാത്രം നിങ്ങൾ ചെയ്യുക. മറ്റൊരു ഇവിടുന്ന് ഇവർ കൊണ്ടുവന്നില്ല, ലീഗുകാരോ കോൺഗ്രസ്സുകാരോ CPM-കാരോ കൊണ്ടുവന്നില്ലെങ്കിൽ അത് കോടതി കൊണ്ടുവന്നോളും. നിങ്ങളത് പേടിക്കേണ്ട. കോടതി അവരെ ഇവിടെ എത്തിച്ചോളും. അതിനുള്ള മിഷനറി കോടതിക്കുണ്ട്. വരുന്നത് കാണുമ്പോൾ വന്ന് മൊഴി പറയുമ്പോൾ ഇത് പൊളിഞ്ഞു പോകുന്നത് കാണുമ്പോൾ വിഷമം തോന്നരുത്. അഡ്വക്കേറ്റ് ശ്രീകാന്തിന് കോൺഫിഡൻസ് എടുക്കാം, എനിക്കും കോൺഫിഡൻസ് എടുക്കാം. പക്ഷെ ഞാൻ അടിയുറച്ച് പറയത്തില്ല ഇന്നയാൾ ജയിക്കും ഇന്നയാൾ. കാരണം അവരുടെ മൊഴി അതിൻ്റെ അടിസ്ഥാനം. അവരും ഒന്ന് മൊഴി പറയട്ടെ. ഇവരിങ്ങനെ മൊഴി പറയുള്ളൂ എന്ന് ശ്രീകാന്ത് എങ്ങനെ ഇപ്പം തീരുമാനിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ആർക്കും പറയാൻ പറ്റില്ല. ആ മൊഴി വരട്ടെ. മൊഴി വരുമ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയാം, തോക്കാം, ജയിക്കാം, ഇതൊക്കെ സംഭവിക്കാം.
അപ്പം അതിനൊന്നും ഇപ്പം പ്രസക്തിയില്ല. അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ രണ്ട് സൈഡിൽ നിന്നും എവിഡൻസ് വന്നിട്ട് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം അസസ് ചെയ്തിട്ട് അതിൻ്റെ ഹിയറിംഗ് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അവിടെ ഇന്ന് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിന് യാതൊരു പ്രസക്തിയും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് ആ ദിവസം വിദേശത്തായെന്ന് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ, അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടാണല്ലോ, അതേ ദിവസം ഇന്ന ആളുകൾ വിദേശത്താണെന്ന്. അവിടെ പിന്നെ എങ്ങനെ അവർക്ക് മാറ്റി പറയാൻ കഴിയും ഞങ്ങളല്ല ആ ദിവസം നാട്ടിലുണ്ടായിരുന്നുവെന്ന്? അതെങ്ങനെ തെളിയിക്കാൻ കഴിയും? മഞ്ജുഷ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് അസിസ്റ്റന്റ് സോളിസിറ്റർ പറഞ്ഞ് വിദേശത്താണെന്ന് പറയുന്ന ഒരാൾ നാളെ വന്ന് മൊഴി പറയുന്നു എന്ന് വെക്കുക.